വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മളങ്ങനെ നമ്മളങ്ങനെ വീണ്ടും ഒരു പുതിയൊരു കിടിലെ വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും വന്നേക്കണം. ഓക്കെ ഗൈസ് നമ്മളെന്തായാലും ഗൈസ് നമ്മളല്ലാത്ത നോർമൽ സ്റ്റോറി വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും വന്നേക്കണം. ഇന്നെന്ന് വെച്ചാൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹൊററായിട്ടുള്ള ഒരു സ്റ്റോറി വീഡിയോ ആയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോറി വീഡിയോക്ക് സത്യത്തിൽ ഒരു പാർട്ടല്ല, ഒരു കൂടിപ്പോയി ഒരു 4-5 പാർട്ടുകളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. എനിക്കറിയില്ല, വീഡിയോയുടെ ലെങ്തിൻ്റെ അനുസരിച്ചാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് എന്തായാലും ചെക്കിങ്ങുകളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആരെങ്കിലും ചാനലിൻ്റെ ആരെങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ എന്തായാലും ഓക്കെയാണ്. ഓക്കെ, ഇതേപോലെ തന്നെ എന്തായാലും ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലും കാര്യങ്ങളൊക്കെ ഒരു ഹൊററായിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതെന്താണെന്ന് സർപ്രൈസാണ്. പക്ഷേ ഇതിലെന്തായാലും രണ്ടുപേരും എന്തായാലും മെയിനായിട്ട് എന്തായാലും ഉണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ CJയും പിന്നെ ഫ്രാങ്ക്ലിനും. ഓക്കെ, ഫ്രാങ്ക്ലിൻ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും. ഓക്കെ, ഫ്രാങ്ക്ലിൻ എന്ന് ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ CJയുടെ അനിയനായിട്ടാണ്. ഓക്കെ, രണ്ട് പേരായിട്ടാണ് നമ്മൾ കാണിക്കാനായിട്ടാണ്, പക്ഷെ എല്ലാം ചെയ്യണ ഒരാളാണ്. ഡബിൾ റോളായിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ടാണ് സിനിമയിലൊക്കെ ഉള്ള പോലെ. ഓക്കെ, നമ്മളാണെങ്കിൽ പണ്ടാണെങ്കിൽ നമ്മുടെ മറ്റേ ബ്രദേഴ്സിൻ്റെ ആ ഒരു വീഡിയോ പോലത്തെ ഒരു സംഭവം ചെയ്തില്ല, അല്ലാത്ത സ്റ്റോറി ആയിട്ടുള്ള വീഡിയോ, അതേപോലെയാണ് ഏകദേശം ഹൊററായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിൽ ചേട്ടൻ്റെ പേര് CJ ആണ്, അനിയൻ്റെ പേര് ഫ്രാങ്ക്ലിനാണ്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ സെറ്റാക്കി വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആവുന്നതാണ്. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 200 ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ വ്യൂ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 2K. ഓക്കെ, 2K ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ടാർഗറ്റ്. ഓക്കെ, അതിന് കൂടുതലൊന്നാലും കുഴപ്പമൊന്നുമില്ല കേസ്. ഓക്കെ, പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്നാലും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. എല്ലാവരും സബ്സ്ക്രൈബും കാണാൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗായ്സ്, എന്നാലും ഇവിടെ ഇപ്പോൾ എന്തായാലും ഗായ്സ് ഞാൻ എന്തായാലും രാവിലെ തന്നെ ഗായ്സ് നമ്മുടെ കോളേജിലും കേരളമൊക്കെ എന്തായാലും പോകാനായിട്ട് ഞാൻ എന്തായാലും നമ്മുടെ ബൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങിയായിരുന്നു. ഓക്കെ, വഴി വെച്ച് ഞാൻ ഇവിടെ ഒരു വണ്ടിയിൽ അറിയാതെ ജസ്റ്റ് ഒന്ന് തട്ടിയിരുന്നു. ഓക്കെ, അയാളിങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ തിരിച്ചപ്പോൾ അറിയാതെ അങ്ങോട്ട് തട്ടിയാണ്. ഓക്കെ, സത്യത്തിൽ എൻ്റെ കുഴപ്പമൊന്നുമല്ല. ഓക്കെ, അയാളുടെ കുഴപ്പമാണ്. അയാളിങ്ങനെ തിരിച്ചപ്പോൾ അറിയാതെ വണ്ടിയുടെ കൺട്രോൾ ഇട്ടാൽ തട്ടിയാണ്. എൻ്റെ വണ്ടിയുടെ സൈഡാണെങ്കിൽ ഒരേയും ചെയ്തു. ഓക്കെ, പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മൾ പിന്നെ ഈ ഒരു വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു 3 മാസത്തോളം ആയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഞങ്ങൾ വിചാരിക്കണ പോലെയല്ല, ഹയാബൂസേൻ്റെ കേസ് നമ്മുടെ കയ്യിലിരിക്കണം. ഓക്കെ, പെട വണ്ടിയാണ്. ഓക്കെ, നമുക്കപ്പോൾ ഇത് എടുത്തോണ്ട് നേരെ കോളേജിലോട്ട് പോകാം. ഒരു കാര്യം ചെയ്യാം കേസ്. ഓക്കെ, എനിക്കാണെങ്കിൽ നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കാണെങ്കിൽ ഒരു ഐസ്ക്രീം കടയിൽ പോയി എന്തെങ്കിലും കഴിക്കാം. ഓക്കെ, ഇവിടെ അടുത്ത് തന്നെ ഒരു ഐസ്ക്രീം കടയുണ്ട്. ഓക്കെ, നന്നായിട്ട് അറിയാം. ഓക്കെ, ഇതാണ് ആ ഒരു കടയും കയറില്ല. ഓക്കെ, നമുക്ക് എന്തായാലും പോയി ഒരു ഐസ്ക്രീമും എല്ലാം കഴിച്ചിട്ട് വരാം. വേണമെങ്കിൽ 2-3 വാങ്ങിക്കാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ചേട്ടനും കൂടെ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ഐസ്ക്രീം അല്ലാതെ വാങ്ങാം. ഓക്കെ, എന്തായാലും വൈകിട്ടേ അത് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും പോയി എന്തെങ്കിലും ഐസ്ക്രീം അങ്ങനെ വല്ലതും കഴിച്ചിട്ട് എന്തായാലും പറയാം. ഓക്കെ ഗായ്സ്, എന്നാലും ഇവിടെ ഇപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ എന്തായാലും ഐസ്ക്രീമും എല്ലാം കഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഭയങ്കര വിശപ്പായിരുന്നു എന്താണെന്തോ. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഒരു ഐസ്ക്രീമുകളൊക്കെ കഴിച്ചിട്ടുണ്ട്. ഐസ്ക്രീം കഴിച്ചെന്ന് പറഞ്ഞാൽ വിശപ്പ് മാറിയൊന്നുമില്ല, എന്നാലും ഐസ്ക്രീം കഴിക്കാൻ ഒരു കൊതിയാണ്, അതുകൊണ്ട് കഴിച്ചാണ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമുക്ക് എന്തായാലും ഇപ്പം നേരെ എന്തായാലും കേസ് നമുക്ക് നമ്മുടെ ഏതാണ് കോളേജിലോട്ട് എന്തായാലും നമുക്ക് പോവാം. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും കോളേജിലോട്ട് എന്തായാലും കത്തിച്ച് വിടുകയാണ്. നമുക്ക് എന്തായാലും ഇതുവഴി പോവാം. ഓക്കെ, അവിടെ എന്തോ ബ്ലോക്കോ അങ്ങനെ എന്തൊക്കെയോ ആയിക്കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും വണ്ടി എടുത്തോണ്ട് നമുക്ക് നേരെ എന്തായാലും അങ്ങോട്ട് എന്തായാലും കത്തിച്ച് വിടാം. ഓക്കെ ഗൈസ്, അതെന്താണ് ഓക്കെ ഇവിടെ ഒരു വണ്ടികളൊക്കെ ആക്സിഡൻ്റ് ആയി കിടക്കുകയാണ്. എന്താണെന്ന് എനിക്കൊരു പിടിയുന്നില്ല. ഇതെന്താണ്? ഓക്കെ, ഇവിടെ ഒരു കാറുകളൊക്കെ ആക്സിഡൻ്റ് ആയി കിടപ്പുണ്ട്. നമ്മുടെ മഹീന്ദ്രയുടെ താറാണ്. എന്താണ് പറ്റിയതെന്നൊരു പിടിയുന്നില്ല. എൻ്റെ മഹീന്ദ്രയുടെ താറ് ആക്സിഡൻ്റ് ആയി കിടക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ ആര് തന്നെ ഇല്ല.
ഇതെന്താണ് പറ്റിയെന്ന് എനിക്കൊരു പിടിയുന്നല്ല. നമുക്ക് നൈസായിട്ട് ഈ വണ്ടിയുടെ അകത്ത് കയറാം. വണ്ടിയുടെ ഇന്ത്യയിൽ ഗൈസ് വണ്ടി മൂവ് ആവണില്ല. വണ്ടി കംപ്ലീറ്റ്ലി കംപ്ലൈൻ്റ് ആയി കിടക്കണം. വണ്ടി ഫുള്ള് പോയി കിടക്കണുണ്ട്. ഞാൻ എന്തായാലും ആക്സിലേറ്റർ തന്നെ എന്തായാലും ചവിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, പക്ഷെ വണ്ടി ഒരു അടി പോലും നീങ്ങണില്ല. വണ്ടി ഡാമേജ് ആയിക്കണം കേസ്. ഓക്കെ, അല്ലാതെ പിന്നെ വണ്ടി ഡാമേജ് ആയി കേസ്. ഓക്കെ, അപ്പം ഈ വണ്ടീനെ ഒന്നിനും കൊള്ളത്തില്ല. എന്നാലും ഇത് എങ്ങനെയാണെന്ന് ആക്സിഡൻ്റ് ആയ നമുക്കെന്തായാലും കേസ് അവിടെ ഒരു ചേട്ടനും കണക്കെ നടന്നു വേണം. നമുക്ക് എന്തായാലും നൈസായിട്ടല്ല ചേട്ടനോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് ആക്സിഡൻ്റ് ആയതെന്ന്. ഹലോ ചേട്ടാ. എന്തിനാണ് ഇപ്പം എൻ്റെ പുറകെ വന്നത്? കാര്യം പറ. ചേട്ടാ, കിടക്കണ വണ്ടി എങ്ങനെയാണ് ആക്സിഡൻ്റ് ആയെന്ന് അറിയാമോ? അതെങ്ങനെയാണ് ആക്സിഡൻ്റ് ആയെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനാണെങ്കിൽ രാവിലെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ വണ്ടി ഇങ്ങനെ കിടന്ന് പോകുകയാണ്. ഞങ്ങളാണെങ്കിൽ ആൾക്കാരോടെ ചോദിച്ചു, പക്ഷെ ആൾക്കാർക്കൊന്നും തന്നെ അറിയത്തില്ല. അപ്പോൾ ഈ വണ്ടിക്കകത്തുള്ള ആളാ, പക്ഷെ ആളെയും ഞങ്ങൾ കണ്ടില്ല. പക്ഷെ എനിക്ക് അറിഞ്ഞൂടെ ഇതിനെക്കുറിച്ച്. നിങ്ങൾ വേറെ ആരോടെങ്കിലും ചോദിക്കുക. ഓക്കെ, ആ ചേട്ടന് അറിഞ്ഞൂടെന്നാണ് പറയണത്. ഓക്കെ, ഇവിടെ ഒരു ചേട്ടൻ പോകണം. നമുക്ക് ഈ ചേട്ടനോട് സംസാരിക്കാം. ഹലോ ചേട്ടാ, ഈ വണ്ടി എങ്ങനെയാണ് ഇടിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമോ? വണ്ടിയാ? അതെന്ന് വെച്ചാൽ രാത്രി വല്ല ഇടിച്ചായിരിക്കും. എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷെ ഞാനും ഇതേപോലെ കുറേ പേരോടെ ചോദിച്ചു. പക്ഷെ അവരൊക്കെ പറയണത് എന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് രാത്രി വണ്ടി ഒന്ന് ഇടിക്കണ കണ്ടല്ലോ. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് അവർ പറയണത്. വണ്ടി ഇടിക്കണ കണ്ടില്ല, പക്ഷെ വണ്ടി ഇടിച്ചു കിടക്കണം. അതെന്ത് വല്ല പ്രേതവും വല്ല അറ്റാക്ക് ചെയ്തതാണോ? എനിക്കാകെ പേടിയുണ്ട് കേസ്. നമുക്കൊരു കാര്യം, നമുക്ക് ഇവിടെ ഒന്ന് പോവാം. ഇതായിരിച്ചിരിക്കണ ഇതായിരിച്ചിരിക്കണ എനിക്കൊന്നും മനസ്സിലാവണില്ല. ഗൈസ്, ഈ ചിരിയുടെ സൗണ്ട് സത്യത്തിൽ ഈ വീടിൻ്റെ അകത്തെന്നാണ് കേൾക്കണ. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കണതെന്ന് എനിക്കൊരു പിടിയുന്നില്ല. നമുക്കെന്തായാലും നൈസായിട്ടൊരു കാര്യം ചെയ്യാം. ഈ വീടിൻ്റെ അകത്തോടെ ഒന്ന് കയറി നമുക്ക്. വണ്ടി കൊണ്ട് കയറണ്ട. വണ്ടി പുതിയ വണ്ടിയാണ്. വണ്ടിക്കിന് വല്ലതും പറ്റണമെങ്കിലാ. ഇതെന്താണ് നന്നായിട്ട് കിടന്ന് ചിരിക്കണല്ലോ. എൻ്റെ വെപ്പൺസ് ഒന്നും തന്നെ ഇല്ല. ഈ വീട്ടിൽ ആരോ ഉള്ള പോലെ എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യാണ്. ഗൈസ്, എന്തൊക്കെയാണ് നടക്കണേന്ന് എനിക്കൊരു പിടിയിൽ. ആരോ ചിരിക്കണ ഒരു സൗണ്ട് പോലെ കേൾക്കണം, പക്ഷെ ആരെയും കാണാനില്ല. അപ്പോൾ ആ ചിരിയുടെ സൗണ്ട് നിന്നാ ഫാൻ കിടന്ന് കറങ്ങയാണ്. ബ്ലഡ് കിടക്കുകയാണല്ലോ. എന്തോ സീനുള്ള പോലെ എനിക്ക് തോന്നണ്. എന്താണ് സംഭവിക്കണേന്ന് എനിക്ക് ഒരു പിടിയും തന്നില്ല. നമുക്ക് നൈസായിട്ട് എന്തായാലും ഈ ഒരു റൂമിലും കൂടെ നോക്കാം. ഇവിടെ ഒന്നും തന്നെ ഇല്ല. പക്ഷെ അവിടെ കുറച്ച് ബ്ലഡുകളെല്ലാം കിടക്കുകയാണ്. അതാരുടെയാണ് എന്തോ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എൻ്റെ വെളിയിലും കണക്ക് നോക്കാം. ഓക്കെ, ഇവിടെ പക്ഷെ ആരെയും തന്നെ ഇല്ല. അപ്പോൾ നൈസായിട്ട് കിച്ചണിൽ പോയി നോക്കാം. കിച്ചണിൽ ആരും തന്നെ ഇല്ല. പിന്നെ അങ്ങ് വേറെന്തോ സംഭവം കൂടെ കണ്ടു ഞാൻ. അതെന്താണ് ഇവിടെ ഫാൻ കിടന്ന് കറങ്ങണം. ബ്ലഡൊക്കെ കിടക്കുകയാണ് ചെറുതായിട്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒന്നും തന്നെ ഇല്ല. പിന്നെ ആരാണെന്തോ. പിന്നെ മറ്റേ സൗണ്ട് കേൾക്കണം. ഇത് ആരാണെന്തോ. ഗായ്സ്, നമുക്കിവിടെ നല്ല 8ന്റെ പണിയും കറലൊക്കെയാണ് കിട്ടിയേക്കണം. ഇവിടെ എന്തൊക്കെയാണ് നടക്കണമെന്ന് ഒരു പിടിയും തന്നെ ഇല്ല. അല്ല, ഇതാരാണ്? അയ്യോ, ഇയാളെ കണ്ട ഒരു ജോക്കറിനെ പോലെ ഉണ്ടല്ലോ. അല്ല, നിങ്ങൾ ആരാണ്? ഓ 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
അതൊക്കെ നിനക്ക് ഞാൻ വഴിയെ പറഞ്ഞു തരാടാ. ഓ ഓ ഓ ഓ ഓ ഓ ഇപ്പം ഞാൻ പറയണ പോലെ നീ ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ ഇപ്പം തന്നെ കൊന്നു കളയും. ആ ആ ഓ ഓ ഓ അയ്യോ എന്നൊന്ന് ചെയ്യല്ലേ. നിങ്ങളുടെ പേരെന്താണ്? ആ ആ ഓ ഓ എൻ്റെ പേരാണ് പെന്നിവേഷ്. ആ ആ ആ അല്ല, ഈ പേര് എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഏ ഇത് മറ്റേ സിനിമയിലുള്ള മറ്റേ പെന്നിവേഷ് അല്ലേ? അല്ല, ഇതെങ്ങനെ ഇവിടെ വന്നത്? എടാ ചെറുക്ക, ഇതൊക്കെ ഉണ്ടടാ. വെളിയിൽ കിടക്കണ ഇടിച്ച കാറൊക്കെ ഞാൻ ഉണ്ടാക്കിയാണടാ. അയ്യോ അമ്മച്ചി. ഗായ്സ് നമ്മളിവിടെ ആകെ പെട്ട് നിൽക്കുകയാണ് ഗായ്സ്. നമ്മുടെ ഈ ഒരു ഫ്രണ്ടിൽ നിൽക്കണ പെന്നിവേഷ് നമ്മളെ എപ്പോഴും എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. എൻ്റെ പൊന്ന് പെന്നിവേഷ്, എന്നെ ഒന്ന് വെറുതെ വിട് പ്ലീസ്. ഞാനൊന്ന് ജീവിച്ച് വെക്കോട്ടെ. നീ അങ്ങനെ ജീവിച്ച് പോവണ്ട. എൻ്റെ കയ്യിൽ വന്ന ഒരാൾ പോലെ ഇതുവരെയായിട്ട് ഞാൻ വെറുതെ വിട്ടിട്ടില്ല. എന്നെ എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ആക്കിയില്ലേ, ഇതിന് ഞാൻ പകരം വീട്ടിയിരിക്കും. എൻ്റെ പേരാണ് പെന്നിവേഷ്. നിനക്കൊരു ചേട്ടനുണ്ടല്ലേ, അവൻ്റെ പേരെന്തൊക്കെയാണെന്ന് എനിക്കറിയാം. അവനെ ഞാൻ വെറുതെ വിടൂല. നിന്നെ നിൻ്റെ ചേട്ടനെ ഞാൻ ഒരുമിച്ച് തീർക്കോടാ ചെറുക്ക. അയ്യോ അങ്ങനെയൊന്നും പറയലേ, എന്നെ ഒന്നും ചെയ്യലേ, എൻ്റെ ചേട്ടനെ ഒന്നും ചെയ്യലേ. അയ്യോ സീജ ചേട്ടാ, എന്നെ രക്ഷിക്കാവാ. അയ്യോ എടാ മിണ്ടായിരടാ, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞടാ വാ തുറക്കലെന്ന്. അയ്യോ എന്നെ ഒന്നും ചെയ്യലേ, എൻ്റെ സീജ ചേട്ടാ പെട്ടെന്ന് ഓടി വരുമോ. അയ്യോ ഓക്കെ ഗായ്സ്, എന്നാലും ഇവിടെ ഇപ്പം എന്തായാലും ഗായ്സ് ഞാൻ എന്തായാലും വീട്ടിൽ ഞങ്ങളൊക്കെ ചുമ്മാ ഇവിടെ ഇരിക്കുകയാണ്. ഓക്കെ, ഇന്നാണെങ്കിൽ പിന്നെ എനിക്കാണെങ്കിൽ കമ്പനിയിൽ ഞങ്ങളൊക്കെ പോകണ്ട. ഓക്കെ, ഇന്നാണെങ്കിൽ ഞാൻ ലീവാണൊക്കെ. എന്തോ ഭയങ്കര ബോറടി കേസൊക്കെ, അതുകൊണ്ട് ഇന്ന് ലീവ് എടുത്തൊക്കെ. ആ പിന്നെ എന്തിനാണ് ലീവ് എടുത്തതെന്നായിരിക്കും നിങ്ങളെല്ലാവരും വിചാരിക്കണം. വേറെ ഒന്നിനുമല്ല, ഇന്നാണെങ്കിൽ ഏതാണ് ഞാനാണെങ്കിൽ ഒരു സിനിമയും കാണാൻ ബുക്ക് ചെയ്ത് വെച്ചേക്കാണ്. ആ സിനിമ കാണാൻ പോകണം. ആ ഒരു സിനിമയും കാണാൻ ഏകദേശം കുറച്ച് കഴിഞ്ഞാൽ കാണണം. ഓക്കെ ഓക്കെ നമ്മുടെ അനിയനുകളൊക്കെ പിന്നെ എന്തായാലും കോളേജിൽ ഞങ്ങളൊക്കെ പോയേക്കാണ്. ഓക്കെ, അവൻ്റെ കണ്ണൊട്ടിച്ചാണ് നമ്മളെന്തായാലും സിനിമയ്ക്ക് പോകണം. ഓക്കെ, അവനും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏകദേശം 2 സിനിമയെങ്കിലും കണ്ടിട്ടേ അവൻ പോകത്തുള്ളൂ. ഓക്കെ, അതാണ് ആൾ. ഓക്കെ, അവന് 2 സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അടുപ്പിച്ചൊക്കെ. അതേപോലെ തന്നെ ഭയങ്കര സമയമൊക്കെ എടുക്കും. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി കാണാമെന്ന് വിചാരിച്ചു. ഓക്കെ, അവൻ പറഞ്ഞതിന് മുമ്പേ തന്നെ തിരിച്ച് വീട്ടിലെത്തണം. ഇവിടെ ചുമ്മാ എത്രയും നേരം TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, നമുക്ക് നേരെ വെളിയിലിറങ്ങിപ്പോ. ഓക്കെ ഓക്കെ അപ്പോൾ നേരെ എന്നാലും നമുക്ക് വെളിയിൽ പോകാം. ഓക്കെ ഓക്കെ ഒരു ഫോൺ കോള് ഞങ്ങൾക്ക് പറയുന്നത് ആരാണെന്നൊരു പിടി തന്നില്ല. ആ ഇത് നമ്മുടെ ഏതാണ് അനിയൻ്റെ ഏതാണ് ടീച്ചറിനൊക്കെ വിളിക്കണം. എന്താണെന്തോ ഇനി വല്ല സ്കൂളിൽ ഒപ്പിച്ചാൽ നോക്കാം. എന്തായാലും ഫോൺ എടുത്ത് നോക്കാം. ആ ഹലോ ടീച്ചറേ. ആ ഞാനാണെങ്കിൽ ഫ്രാങ്ക്ലിൻ്റെ ടീച്ചറാണേ. ആ പറഞ്ഞോ ടീച്ചറേ. എന്താണ് ടീച്ചറേ, വല്ല കംപ്ലൈൻറ്റ് പറയാനാണോ? അങ്ങനെയൊന്നുമില്ല. അവരാണെങ്കിൽ രാവിലെ തൊട്ടേ സ്കൂളിൽ എത്തിയിട്ടില്ല. സ്കൂള് അവൻ കോളേജിലല്ലേ പഠിക്കണം. അയ്യോ സോറി എൻ്റെ ഭാഗത്തൊന്നും തെറ്റാണേ, സോറി. അവനാണെങ്കിൽ രാവിലെ തൊട്ടേ അവനാണെങ്കിൽ കോളേജിൽ എത്തിയിട്ടില്ല. എത്തിയിട്ടില്ലെന്നാ? രാവിലെ അവൻ കോളേജിൽ പോകണമെന്ന് പറഞ്ഞില്ല അവൻ വണ്ടി എടുത്തോണ്ട് ഇറങ്ങിയ. എനിക്കതൊന്നും അറിഞ്ഞൂടാ. പക്ഷെ അവനാണെങ്കിൽ ഇന്നാണെങ്കിൽ കോളേജിലേക്ക് വന്നില്ല. ഞാനാണെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാൻ തരുന്നത്, അതുകൊണ്ടാണ് ഇത്ര ഞാനായിട്ട് പറയത്താം. സത്യമായിട്ടും ടീച്ചർ അവനാണെങ്കിൽ അവിടെ വന്നില്ലേ? ഇല്ല അവൻ്റെ വണ്ടിയൊന്നും തന്നെയല്ല. ഞങ്ങൾ ഫുള്ള് നോക്കി, അവൻ്റെ ഫോണും ഞങ്ങൾ വിളിച്ചൊന്ന് നോക്കി. അവനാണെങ്കിൽ ഫോൺ എടുത്തിട്ടുണ്ടല്ലോ. അവനാണെങ്കിൽ ഫോണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ അവനെ ഫോണിനൊക്കെ വിളിച്ച് നോക്കി, പക്ഷെ അവനെ കിട്ടുന്നില്ല. ഞാൻ കുറേ പ്രാവശ്യം നോക്കി. അതുകൊണ്ട് അവൻ്റെ ചേട്ടനായ നിങ്ങളെ വിളിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ച്. അയ്യോ ഞാൻ സാരല്ല ടീച്ചറെ, എൻ്റെ അവിടെ ക്ഷമിക്കണം. അവൻ വല്ലയിടത്തും കറങ്ങാനും വല്ല പോയിക്കണം. അവൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് വല്ലതും വരാതിരുന്നിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ ഫ്രണ്ട്സും സ്കൂളിൽ വന്നിട്ടുണ്ട്. അയ്യോ സോറി പിന്നെ ഞാൻ തെറ്റിപ്പോയി. കോളേജിൽ വന്നിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും കോളേജിൽ വന്ന്, പക്ഷേ അവൻ മാത്രം വന്നില്ല.
ഞാൻ നോക്കിയിട്ട് വിളിക്കാം ടീച്ചറെ, വെയിറ്റ് ചെയ്യും. ഓക്കെ ശരി. ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പം എന്തൊക്കെയാണ് നടക്കണേന്ന് എനിക്കൊരു പിടിയും തന്നില്ല. നമ്മുടെ അനിയൻ, അതായത് നമ്മുടെ ഫ്രാങ്ക്ലിനും കയറലൊക്കെ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ അവൻ്റെ ഹയാബൂസ എടുത്തോണ്ട് അവൻ ഇറങ്ങിയത്. പക്ഷെ എന്തൊക്കെയാണ് നടക്കണേന്ന് എനിക്കൊരു പിടിയുന്നില്ല. അവൻ സ്കൂളിൽ എത്തിയിട്ടില്ലെന്നാണ് പറയണത്. എന്തോ പ്രശ്നമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലും നമ്മുടെ വണ്ടികളൊക്കെ എടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ ഏതാണ് ഇന്ത്യൻ ആയിട്ടുള്ള നമ്മുടെ സിനിമ തിയേറ്ററിനൊക്കെ പോവാം. അവന് സിനിമ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. മിക്കവാറും അവൻ സിനിമ കാണാനേ ചാൻസ് ഉള്ളൂ. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കണ്ണു വെട്ടിച്ച് സിനിമ കാണാൻ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, മിക്കവാറും അവൻ സിനിമ കാണാൻ പോയതായിരിക്കും. ഓക്കെ, അല്ല വേറെ വഴിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നൈസായിട്ട് നമുക്ക് പോയി നോക്കാം. അപ്പോൾ എന്തായാലും തിയേറ്ററിലൊക്കെ പോയി നോക്കാം. അവിടെ കാണാൻ ചാൻസ് ഉണ്ടാകുന്ന എനിക്ക് അറിഞ്ഞു. നോക്കും എന്തായാലും പോയി നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഏകദേശം തിയേറ്ററിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാണ് തിയേറ്റർ. ഓക്കെ ഓക്കെ, പാർക്കിങ്ങുകളൊക്കെ ബാക്കാണ്. നമുക്കിപ്പോൾ പെട്ടെന്ന് പോകാനുള്ള ഉള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് വണ്ടിയൊന്നും ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ, ഇന്ന് അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കിയിട്ടേ കാര്യമുള്ളൂ. ഓക്കെ, അവൻ വേറെ അടുത്തൊന്നും പോകാൻ ചാൻസ് ഇല്ല. ഓക്കെ, അവൻ ഈ തിയേറ്ററിൽ തന്നെ കാണരുത്, എപ്പോഴും ഇവിടെയാണ് വരണത്. ഓക്കെ, വേറെ തിയേറ്റർ നല്ല ദൂരെയാണ്, ഞങ്ങൾ പോകാൻ ചാൻസ് ഇല്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് കയറി നോക്കിയിട്ട് തന്നെ വരാം. ഓക്കെ ഓക്കെ ഗായ്സ്, സത്യത്തിൽ ഗൈസ് അവനെന്തായാലും ഇതിൻ്റെ അകത്തും എന്തായാലും ഇല്ല ഗൈസ്. ഓക്കെ, ഞാനാണെങ്കിൽ ഫുൾ എന്തായാലും അരിച്ചുറക്കി എന്തായാലും നോക്കി ഗൈസ്. അവനാണെങ്കിൽ ഇതിൻ്റെ അകത്തും ഇല്ല. ഓക്കെ, അപ്പോൾ അവൻ വേറെ എവിടെയോ പോയിട്ടുണ്ട്. എനിക്ക് എന്താണ് സംഭവിക്കണമെന്ന് ഒരു പിടിയും തന്നില്ല. ആ, വേറൊരു സംഭവമുണ്ട്. അവൻ്റെ ഫോണിൻ്റെ ലൊക്കേഷൻ ട്രാക്കറുകളൊക്കെ ഓണായിരുന്നു. അത് മാത്രമല്ല, അവൻ്റെ ഒരു ഹയാബൂസ ബൈക്കിലാണെങ്കിൽ ഒരു GPS ട്രാക്കറും കൂടെ വെച്ചിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി വണ്ടി നിർത്തിയിട്ട് നമുക്കൊന്ന് ഹാക്ക് ചെയ്തൊന്ന് നോക്കാം. ഓക്കെ, ഹാക്ക് ചെയ്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അവൻ്റെ ലൊക്കേഷനുകളൊക്കെ ഇപ്പോൾ എവിടെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഞാൻ ബൈക്കൊക്കെ കൊണ്ടിട്ടിട്ട് പോയാൽ ഓക്കെ, പക്ഷെ എന്തായാലും അവൻ്റെ ഫോണിലുള്ള ലൊക്കേഷൻ എപ്പോഴും ഓണായാണ് കിടക്കാറുള്ളത്. ഫോൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ബൈക്കിലുള്ള ആര് ട്രാക്കർ വെച്ചൊക്കെ ബൈക്കിൽ ട്രാക്കർ വെക്കാറുണ്ട്. ഓക്കെ, എല്ലാത്തിലും ട്രാക്കർ വെക്കാറുണ്ട്. ഈ വണ്ടിയിലും ഉണ്ട്. ഓക്കെ, നമുക്ക് നൈസായിട്ട് കാര്യം ചെയ്യാം. നമുക്ക് ഈ വണ്ടികളൊക്കെ ഇവിടെ സൈഡിൽ ഒതുക്കാം. എന്നിട്ട് ഞാൻ എന്തായാലും നൈസായിട്ട് എന്തായാലും അന്നെന്തായാലും ഹാക്കുകളൊക്കെ എന്തായാലും ചെയ്ത് എന്തായാലും നോക്കട്ടെ അവൻ്റെ ലൊക്കേഷനൊക്കെ ഇവിടെ കാണിക്കുന്നതെന്ന്. ഓക്കെ ഗൈസ്, അവൻ്റെ ലൊക്കേഷനും കാണിക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ലൊക്കേഷൻ നമ്മളേശം നിൽക്കണതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്കെന്തായാലും നൈസായിട്ട് അങ്ങോട്ട് പോവാം. എന്തൊക്കെയാണ് നടക്കണേന്ന് എനിക്ക് ഒരു പിടിയും തന്നില്ല. ഇവ എങ്ങോട്ട് പോയെന്ന് എനിക്കൊരു പിടിയും തന്നില്ല. പക്ഷെ അവൻ്റെ ലൊക്കേഷനുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ GTR ആണെങ്കിൽ നല്ല കിടില വണ്ടികളൊക്കെയാണ്. ഓഫ് റോഡും എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എന്നാലും നമുക്ക് വണ്ടി നശിപ്പിക്കാതെ കൊണ്ടുപോകാം. നമ്മുടെ പുതിയ കാറാണ്. ഓക്കെ, എന്തൊക്കെയാണ് നടക്കണതെന്ന് ഒരു പിടിയും തന്നില്ല. ഓക്കെ, ഓഫ് വണ്ടികളൊക്കെ ഇടിച്ചിട്ടുണ്ട് ചെറുതായിട്ട്, പക്ഷെ അത് കുഴപ്പമില്ല. വണ്ടിയെക്കാളും വലുത് ഫ്രാങ്ക്ലിനാണ്. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും അങ്ങോട്ട് പോവാം. ഓക്കെ, അവൻ്റെ ലൊക്കേഷൻ കാണാൻ ഇവിടെയാണ് കാണിക്കണേ. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു മഹീന്ദ്ര താർ ഇടിച്ച് കിടപ്പുണ്ട്. ഇനി അവൻ്റെ ബൈക്കും അങ്ങനെ വല്ല ഇടിച്ചാ അതോ എനിക്ക് അറിയാൻ പറ്റണില്ല. എനിക്കറിയുമ്പോൾ നമുക്ക് നൈസായിട്ട് എന്തായാലും ഈ ഒരു താറിൻ്റെ അകത്ത് നൈസായിട്ട് എന്തായാലും നോക്കാം. ഓക്കെ, സിൻ്റെ അടുത്തും ഇവിടെ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇവിടെ മഹീന്ദ്ര താർ ആക്സിഡൻ്റായി കിടപ്പുണ്ട്. നമുക്കൊരു കാര്യം, നമുക്ക് കാർ എടുത്തുകൊണ്ട് അവൻ്റെ ലൊക്കേഷൻ കാണിക്കണ ഒരു സ്ഥലത്ത് പോവാം. ഓക്കെ, ഏകദേശം അടുത്ത് തന്നെയാണ്. ഓക്കെ ഗൈസ്, അവിടെ ഒരു മഞ്ഞ കളർ ഹയാബൂസയും കളങ്ങി ഇരിക്കുകയാണ്. ഗൈസ് ഇത് തന്നെ ഗൈസ്, ഇതെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ അനിയൻ്റെ സെയിം മോഡൽ വണ്ടിയാണ്. ഇത് അവൻ്റെ തന്നെയാണ്, സെയിം മോഡൽ വണ്ടി ഹയാബൂസ. ഓക്കെ, അവൻ്റെ വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അതാര് ചിരിക്കണ? ഇനി ഇവിടെയുള്ള പ്രേതം അങ്ങനെയല്ലോ ഉണ്ടാ?
എനിക്കറിയത്തില്ല. നമുക്ക് നൈസായിട്ട് എന്തായാലും അകത്തെന്തായാലും കയറി പോവാം. എന്തൊക്കെയാണ് നടക്കണേന്നൊരു പിടി തന്നില്ല. ഓക്കെ, ഇപ്പോൾ വേറെ സൗണ്ടൊന്നും കേൾക്കില്ല. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും മുകളിലോട്ട് കാണാൻ കയറി പോവാം. ഓക്കെ, നമുക്കിപ്പോൾ നൈസായിട്ട് എന്തായാലും നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ഇവിടെ ആരും തന്നില്ല. അതാരും ചിരിക്കണത്? ഗായ്സ്, ഇവിടെ എന്താണ് നടക്കണേന്ന് ഒരു പിടിയില്ല. നമ്മുടെ അനിയനെ കാണാനില്ല. അല്ല, ഇതെന്തോട് സാധനം? ഇതെന്താണ്? അല്ല, ഇത് നേരത്തെ കിടന്ന ചിരിച്ചാറ്റ സാധനമാണെന്ന് തോന്നണല്ലോ. എടാ സീജെ, നീ പേടിക്കണ്ടായിരുന്നു, ഞാൻ തന്നെടാ പെന്നി വിഷ്. അയ്യോ, ഇത് മറ്റേ പെന്നി വിഷ് സിനിമയിലുള്ള മറ്റേ പെന്നി വിഷല്ലേ? അല്ല, ഇതെങ്ങനെ ഇവിടെ വന്നാ? എനിക്ക് ഒരു പിടിയും തന്നെ കിട്ടണല്ലോ. എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് ഒരു പിടിയില്ല. എടാ പെന്നി വിഷ്, എൻ്റെ അനിയനെ നീ എന്താ ചെയ്താ? നിന്റെ അനിയൻ എൻ്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടടാ സീജെ. ഗൈസ്, ഈ പെന്നി വിഷിന് എൻ്റെ പേര് നന്നായിട്ട് അറിയാം. എടാ ഫ്രാങ്ക്ലിനെ, കുട്ടാ നീ എവിടെയാടാ ഫ്രാങ്ക്ലിനെ? എടാ ഫ്രാങ്ക്ലിനെ, എടാ ചേട്ടൻ വന്നടാ ഫ്രാങ്ക്ലിനെ, നീ എവിടെടാ? നീ അവനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ലടാ സീജെ, അവൻ എൻ്റെ കയ്യിലാണ്. എനിക്ക് നിന്നെ ഒട്ടും പേടില്ല, മര്യാദയ്ക്ക് എൻ്റെ അനിയനാ, നീ പോടാ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മുടെ പെന്നി വിഷ് എന്നുള്ള ഒരു ജോക്കറിനെ വെച്ചിട്ടുള്ള ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു ഹൊറോർ വീഡിയോകളൊക്കെയാണ്. ഇതിൻ്റെ ബാക്കി പാർട്ടുകളൊക്കെ ഞാൻ എന്തായാലും നാളെ തന്നെ എന്തായാലും ഉറപ്പായിട്ട് എന്തായാലും ഞാൻ എന്തായാലും ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നാളത്തെ ഒരു കിടുക്കാച്ച വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ്. നാളത്തെ വീഡിയോ സത്യത്തിൽ വേറെ ലെവലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും.